ഇപ്പോൾ നടി ഹണി റോസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ഹണി റോസ്, ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇന്നലെ നിങ്ങളുടെ പോസ്റ്റിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ പണത്തിൽ അതിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഭാരതീയ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. ആ നിയമവ്യവസ്ഥ നിങ്ങൾക്ക് സുരക്ഷ നൽകുന്നു, നിങ്ങളുടെ അവകാശത്തിന് സംരക്ഷണം നൽകുന്നു എന്നൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ ഒരു ഹ്യൂജ് റിലീഫാണ് ഉണ്ടായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എനിക്കൊരു സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെന്റും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റും അങ്ങനെ ഒരു സംസ്ഥാനത്താണ്, അങ്ങനെ ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് പോകുന്നത്. ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഫൈറ്റിന് ഇറങ്ങി തിരിച്ചതും. ഞാൻ എന്റെ പോസ്റ്റുകളിലെല്ലാം ഞാൻ അത് ഓൾറെഡി വ്യക്തമാക്കിയതാണ്. കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളിങ്, നമ്മൾ പലതവണ ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ട് എടുത്തു പറഞ്ഞിട്ടും ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടും അതിലും കൂടുതൽ അതിലും മോശമായ രീതിയിൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പം അതൊരു പണത്തിന്റെ ഹുങ്കായിട്ട് തന്നെ എനിക്ക് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ എനിക്കത് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഒരു എന്താ പറയാ, എല്ലാത്തിനും ഒരു അവസാനം വേണം. ആ ഒരു ഫൈറ്റുമായിട്ട് ഇറങ്ങി തിരിക്കാമെന്ന് ഡിസൈഡ് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ്. ഹണി റോസ്, ഈ സിനിമയിൽ തന്നെ പലതരത്തിലുള്ള സ്ത്രീ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു പരാതിയുടെ കാര്യത്തിലാണെങ്കിലും ഹണി റോസ് ഇത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് ധൈര്യം നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള പരാതികളുമായി മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനത്തെ ഉണർത്താനും എന്നുള്ള കാര്യത്തിലും ഹണി റോസിന് ഒരു സന്തോഷം തോന്നുന്നില്ലേ? ഭയങ്കരമായ സന്തോഷത്തിനപ്പുറം എനിക്ക് എന്താ ആ വികാരം എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്റെ തലയിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഒരു സമാധാനമാണ് എനിക്കിപ്പോ കിട്ടുന്നത്. ഞാൻ ഇതിന്റെ ഈ കേസ് ഫയൽ ചെയ്തത് ഉടനെ തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതേപോലെ ഇന്നലെ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായ വിഷമങ്ങളും എന്റെ ഫാമിലിക്കുണ്ടായ വിഷമമൊക്കെ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹം നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ DGP സാറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റ് ഓഫീസേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു. അവരെല്ലാം വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെന്ന് പറയുകയും ഇപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇൻസ്റ്റഗ്രാമിൽ ഹണി റോസിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ടിൽ അതിന്റെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ ഈ കാലഘട്ടത്തിനിടയിൽ. ഇപ്പോൾ അതിനുണ്ടാകുന്ന മാറ്റം എത്ര സന്തോഷം നൽകുന്നതാണ് അത്. അപ്പോ മലയാളികൾക്ക്, ഈ ഞരമ്പ് രോഗികൾക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാം. തീർച്ചയായിട്ടും അറിയാം. ഇപ്പം എന്റെ കമന്റ് സെക്ഷൻ ആളുകൾ എന്നെ വിളിച്ച് പറയണം, നിങ്ങളുടെ കമന്റ് സെക്ഷൻ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷമാകുന്നു എന്ന്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. കാരണം ഇനി ഇത് മുമ്പോട്ട് ഇതിങ്ങനെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അതിനുള്ളൊരു ഫൈറ്റിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നോക്കാം, നമുക്ക് എന്തായാലും അതിനൊരു പ്രോപ്പർ നിയമം കൊണ്ടുവരണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വളരെയധികം നന്ദി ശ്രീ ഹണി റോസ്. വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് വലിയ പ്രചോദനം നൽകുന്നുണ്ട് നിങ്ങളുടെ ഈ യുദ്ധം. നിങ്ങൾ തന്നെ പറഞ്ഞ വാക്കാണത് യുദ്ധം എന്നത്.